ഹായ്, ഞാൻ ഡോക്ടർ ഐശ്വര്യ, MO നാസ് ക്ലിനിക് മുക്കം, കോഴിക്കോട്. തലയിലെ ഏതൊക്കെ എണ്ണ തേച്ചിട്ടും അല്ലെങ്കിൽ ഏതൊക്കെ ഹെയർ പാക്ക് ഉപയോഗിച്ചിട്ടും മുടി കൊഴിച്ചിലിന് ഒരു പരിഹാരം ലഭിക്കുന്നില്ലേ? ശരിക്കും നമ്മുടെ റൂട്ട് കോസ് അറിഞ്ഞ് ചികിത്സിക്കുന്നതാണ് ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത്. നമ്മുടെ മുടി കൊഴിച്ചിലിന്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ടെസ്റ്റുകൾ വഴിയും നമ്മളുടെ എന്താണ് എക്സാക്ട് കോസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തൈറോയിഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ബ്ലഡിൽ T3, T4, TSH ടെസ്റ്റ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഹൈപ്പർ തൈറോയിഡിസ് ആണോ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസ് ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രണ്ട് കണ്ടീഷൻസിലും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് ഹെയർ ഫാൾ എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം, ഗ്രോത്ത്, ഡെവലപ്മെന്റിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ്. സോ ഇതിന്റെ ഒരു വേരിയേഷൻസ് എന്ന് പറയുന്നത് ഈ ഹെയർ ഗ്രോത്ത് സൈക്കിളിനെ തന്നെ ബാധിക്കും. സോ നമ്മുടെ ഈ ഹെയർ ഒക്കെ ഒരു പ്രീമച്വർലി തന്നെ ഫാൾ ചെയ്യാനുള്ള ഒരു സാധ്യത ഈ ഒരു ഹൈപ്പർ തൈറോയിഡിസോ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസോ ഒക്കെ വരുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് നിങ്ങൾക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്യുന്നത്. ഈ അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ ഒരു വൺ ആൻഡ് മോസ്റ്റ് കോമൺ ഒരു സിംറ്റമാണ് ഹെയർ ഫാൾ എന്ന് പറയുന്നത്. സോ നമുക്ക് ബ്ലഡ് തന്നെ സെറം ഫെറിറ്റിൻ, സെറം അയൺ അല്ലെങ്കിൽ HB% നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനീമിയ ഉണ്ടോ, അയണിൻ്റെ കുറവുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനും സാധിക്കും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ബ്ലഡ് ടെസ്റ്റാണ് നിങ്ങൾക്ക് വൈറ്റമിൻ D3 കുറവുണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്യുന്നത്. ഈ വൈറ്റമിൻ D3 ഇപ്പം മിക്ക ആളുകളിലും കുറവ് തന്നെയായിരിക്കും. ഈ വൈറ്റമിൻ D3 കുറവ് മൂലം ചിലർക്ക് ഹെയർ ഫാൾ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. കൂടാതെ ജോയിൻറ്റ് പെയിൻസ് ഉണ്ടായിരിക്കും, വീക്ക്നെസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഒക്കെ ഇതിന് കാരണമാകാറുണ്ട്. വൈറ്റമിൻ D3 ഹെയർ ഫോളിക്കിൾ സൈക്കിളിലും ഹെയർ ഗ്രോത്തിലും കാര്യമായിട്ടുള്ള തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. സോ ഇതിൻ്റെ ഒരു കുറവ് ഹെയർ ഫാളിനെ നല്ല രീതിക്ക് ബാധിക്കും. കൂടാതെ ഹോർമോണൽ ടെസ്റ്റുകൾ വഴി നമുക്ക് PCOD ഉണ്ടോ, PCOS ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാം. വേറെ എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. ഈ PCOD അല്ലെങ്കിൽ PCOS ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് USG അബ്ഡോമൻ ആൻഡ് പെൽവിസ് എന്നുള്ള സ്കാനിങ് ചെയ്താൽ നമുക്ക് കൺഫേം ചെയ്യാം നമുക്ക് PCOD ഉണ്ടോ, PCOS ഉണ്ടോ എന്നൊക്കെ. ഇതും ഹെയർ ഫാളിനും മുഖത്തെ ആക്നെ അല്ലെങ്കിൽ മുഖത്ത് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നതൊക്കെ ഈ PCOS കാരണമാകാറുണ്ട്. ഇനി പുരുഷന്മാരിലാണെങ്കിൽ അവർക്ക് DHT, ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോണിന്റെ ടെസ്റ്റുകൾ ചെയ്യാം. ഇവർക്ക് ബാൾഡ്നെസ് ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു ആൻഡ്രോജനിക് ബാൾഡ്നെസ്സിന് കാരണമാകാറുണ്ട് ഈ DHTയുടെ ബ്ലഡിലുള്ള വേരിയേഷൻസ്. ഈ മേൽ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ബ്ലഡിൽ CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കാം. കാരണം നമ്മളുടെ ബോഡിയിൽ ഒരു അണ്ടർലൈങ് ആയിട്ട് ഒരു ഇൻഫെക്ഷനോ ഉണ്ടോ ഇതുവഴി മനസ്സിലാക്കാം. കൂടാതെ നമുക്ക് ഫോളേറ്റിന്റെ ഡെഫിഷ്യൻസി ആണോ അല്ലെങ്കിൽ വൈറ്റമിൻ B12 ആണോ അല്ലെങ്കിൽ സിങ്കിന്റെ കുറവ് കൊണ്ടാണോ ഹെയർ ഫാൾ ഉണ്ടാകുന്നതും നമുക്ക് ബ്ലഡ് വഴി ടെസ്റ്റ് ചെയ്യാം. ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഹെയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള സപ്ലിമെന്റ്സ് എടുക്കാവുന്നതാണ്.